ഇപ്പോൾ ഈ അടുത്ത് നേപ്പാളിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അറിയേണ്ട സംഗതിയാണ്, അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയേണ്ട സംഗതിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ജെൻസീൻ്റെ ഒരു പ്രൊട്ടസ്റ്റാണ്, ഈ യൂത്തിൻ്റെ ഒരു പ്രതിഷേധം. അതിന് മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് കറപ്ഷൻ, മറ്റൊന്ന് നെപ്പോട്ടിസമാണ്. ഈ കറപ്ഷനും നെപ്പോട്ടിസവും കാരണം വലിയ വിഭാഗം ജനങ്ങൾ അവിടെ കഷ്ടപ്പെടുകയാണ്. ഒരു വിഭാഗം ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ കീഴിലുള്ളവരും പൊളിറ്റീഷ്യന്മാരും എല്ലാം അവർ നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി കഴിയുമ്പോൾ ഒരു വലിയ വിഭാഗം യൂത്ത് ആയിക്കോട്ടെ എല്ലാവരും അവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേസിൽ മറ്റൊരു വിഭാഗം അവിടെ ആഘോഷിക്കുക, ഒരു വിഭാഗം ഇവിടെ കഷ്ടപ്പെടുക. അപ്പോൾ ഇന്നീക്വാലിറ്റീന് അങ്ങേ തലയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് യൂത്ത് അവിടെ കയറി പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലെത്തിയത്. ട്വിറ്റർ ആയിക്കോട്ടെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വന്ന വിഷയമാണ് നേപ്പാളിൽ വന്ന അതേ ഇഷ്യൂ നമ്മുടെ ഇന്ത്യയിലും വരുമെന്ന്. ഇപ്പോൾ പാകിസ്ഥാൻ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ഇപ്പോൾ ഈ അടുത്ത് ബംഗ്ലാദേശ്, ഇപ്പോൾ നേപ്പാൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഒരു യൂത്ത് ആയിക്കോട്ടെ ഒരു വലിയ വിഭാഗം ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തു. അവിടുത്തെ ഒരു ഗവൺമെൻറ് സിസ്റ്റം തന്നെ ആകെ തകരാറിലായി. ആ സിറ്റുവേഷനിലൊക്കെ ഇന്ത്യ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കണം.